തിരുവനന്തപുരം കാട്ടാക്കടയിൽ വ്യാപാരിക്ക് നേരെ ആക്രമണം. പൂവച്ചൽ ആലമുക്കിലെ ബേക്കറി ഉടമ പ്രകാശിനെയാണ് ഒരു സംഘം മർദ്ദിച്ചത്. പ്രകാശിന്റെ മകനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നിൽ SDPI പ്രവർത്തകരെന്ന സൂചന. സ്ഥലത്ത് സംഘർഷാവസ്ഥ. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, എപ്പോഴായിരുന്നു ആക്രമണം? എന്താണ് നിലവിലെ സാഹചര്യവും? സുരേഷ്, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് തിരുവനന്തപുരം കാട്ടാക്കട പൂവച്ചലിൽ ബേക്കറി ഉടമയ്ക്ക് നേരെ ഒരു സംഘം ആളുകൾ ആക്രമണം നടത്തിയത്. ആലമുക്കിലെ VS ബേക്കറിയിലാണ് ഉടമ പ്രകാശിന് നേരെ ഇത്തരത്തിലൊരു സംഘം ആക്രമണം നടത്തുന്നത്. പ്രകാശിന്റെ മകനെ മർദ്ദിച്ച സംഘം അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പ്രകാശിന് നേരെയും തിരിയുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഘട്ടത്തിൽ ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. ഒരു സംഘം ആളുകൾ അതിക്രമിച്ച് കയറിയാണ് ഇത്തരത്തിൽ ഈ രണ്ടു പേർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ളത്. കല്ലും വടിയും ഒക്കെ ഉപയോഗിച്ച് ഈ സംഘം ഈ ഇരുവരെയും മർദ്ദിക്കുകയായിരുന്നു. ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രകാശിനെയും പ്രകാശിന്റെ മകനെയും സമീപത്തെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിദഗ്ധ ചികിത്സയടക്കം ഇവർക്ക് നൽകുകയും ചെയ്തതാണ്. വ്യക്തിപരമായ കാരണമാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഈ സംഘം ആളുകൾ അവിടെ എത്തി ഇത്തരത്തിലുള്ള അതിക്രമം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ കാട്ടാക്കട പോലീസ് പരിശോധിക്കുന്നത്. SDPI പ്രവർത്തകരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നവർ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. അനസ്, അല്ലമീൻ, ആഷിഖ് എന്നിവരാണ് ബേക്കറിയിലെത്തി ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിന്നിൽ SDPI പ്രവർത്തകരെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്കും കാര്യങ്ങൾ എത്തുകയാണ്. സുരേഷ്, ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.